പിന്നെ ഈ കുറ്റം അല്ലെങ്കിൽ ഈ റാഗിങ് ചെയ്ത് വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ നരഭോജികളായിട്ടുള്ള ഈ നേതാക്കന്മാരുടെ മനസ്ഥിതി, ഈ റാഗ് ചെയ്തിട്ട് വന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരാ. ഏത് പാർട്ടി ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ ഒരൊറ്റ പാർട്ടി മാത്രമേ റാഗ് ചെയ്യുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നുള്ളൂ. നിങ്ങൾ കൊന്നിട്ട് വന്നാലും കുഴപ്പമില്ല, എന്ത് ചെയ്തിട്ട് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചോളാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വളരെ ക്രൂരമായി സിദ്ധാർത്ഥനെ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഇടതുപക്ഷത്തിന്റെ SFI കാരന്മാർ കൊന്നിട്ട് വയനാട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് വരെ കൊണ്ടുപോയി കീഴടങ്ങാൻ വേണ്ടി കൊണ്ടുപോയതാ. റാഗ് ചെയ്ത് കൊന്ന കൊലയാളിയെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിച്ചു. ഈ പറയുന്ന നമസ്കാരം. കേരളത്തിലെ കലാശാലകളിൽ റാഗിങ് ഒരു സ്ഥിര സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. വയനാട്ട് പുക്കോട്ടൂർ വെറ്ററിനറി സർവകലാശാലയിലെ ഒരു പീഡനം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഏറെ ഞെട്ടിച്ചതാണ്. ആ ഞെട്ടലിൽ നിന്ന് ഇന്നും നമ്മൾ വിമുക്തരായിട്ടില്ല. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു യുവാവിനെ അന്ന് 4 ദിവസത്തോളമാണ് പീഡിപ്പിച്ച് വെള്ളം പോലും കൊടുക്കാതെ SFI കാബാലികന്മാർ അന്ന് കാലപുരിക്ക് അയച്ചത്. ഇന്നും ആ ഞെട്ടലിൽ നിന്നും കേരളത്തിന് മുക്തരാകാൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ തന്നെയാണ് കോട്ടയത്തെ നഴ്സിംഗ് വിദ്യാർത്ഥി 4 സുഹൃത്തുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നത്. ആരുടെയോ ഭാഗ്യം കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായില്ല എന്നുള്ളത് മാത്രമാണ്, അഥവാ ജീവശവമായി അവൻ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ് ആകെ എടുത്തു പറയാവുന്ന ഒരു വസ്തുത. എന്താണ് കേരളത്തിലെ കലാശാലകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് കാര്യക്ഷമമായി ആലോചിക്കാൻ ആരും തയ്യാറാവാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ഭരണപക്ഷത്തിൻ്റെതാവട്ടെ പ്രതിപക്ഷത്തിൻ്റെതാവട്ടെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണയോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷികൾ തങ്ങളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഓരോ വിദ്യാർത്ഥി സംഘടനകളും ഇതുപോലുള്ള റാഗിങ്ങിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റാഗിങ്ങിന് ഇരയായി അവിടെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടാൽ പോലും റാഗ് ചെയ്ത വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാർ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ കോട്ടയത്ത് ഗാന്ധിനഗറിൽ നഴ്സിംഗ് കോളേജിൽ നടന്ന ഈ റാഗിങ്ങിനും നമ്മൾ എന്ത് മറുപടിയാണ് തേടുക? ആരിൽ നിന്നാണ് മറുപടി തേടുക? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരുന്ന രാഷ്ട്രീയക്കാർ പിന്നീട് മന്ത്രിയും MP എല്ലാം ആകുമ്പോൾ അവർ തങ്ങൾ വളർന്നു വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കണ്ണടച്ചുകൊണ്ട് തന്നെ അനുകൂലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്ത് ചെയ്താലും, ആരെ കൊന്നുകൊണ്ടുവന്നാലും, എന്ത് തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്താലും രാഷ്ട്രീയക്കാർ ഒപ്പമുണ്ടാകും എന്നുള്ള ധാരണ തന്നെയാണ് ഈ കുട്ടിപ്പട്ടാളത്തിന്, വിദ്യാർത്ഥി യൂണിയനുകൾക്ക് ഇത്തരത്തിൽ എന്ത് കൊടും ക്രൂരകൃത്യവും ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടെ രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരികളുടെ ഉപയോഗവും ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കോട്ടയത്ത് ഗാന്ധിനഗറിൽ നടന്ന നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ റാഗിങ്ങിനെ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോളിളക്കം ഉണ്ടായിരിക്കുന്നു. ഇനിയും ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, ആരെയും ആര് റാഗ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ അനുസ്മരിക്കുമ്പോൾ പുക്കോട്ടൂർ വെറ്ററിനറി കോളേജിൽ മൃഗീയമായ പീഡനത്തിനും റാഗിങ്ങിനും ഇരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ മറക്കാൻ സാധിക്കില്ല. അന്ന് സിദ്ധാർത്ഥൻ റാഗിങ്ങിന് ഇരയായി കൊല ചെയ്യപ്പെട്ടപ്പോൾ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കരഞ്ഞു പറഞ്ഞതാണ്, ഇനിയും ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത്, ഞങ്ങളുടെ മകന് നഷ്ടപ്പെട്ടതിലുള്ള വേദന ഇനിയും ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മാതാപിതാക്കൾക്കും ഒരു കുട്ടിയെപ്പോലും ഇനി റാഗിങ്ങിലൂടെയോ അല്ലാതെയോ കോളേജിലുണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള സംഘർഷത്തിലൂടെയോ നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു നിലപാട് അന്ന് തന്നെ സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിലപാട് എല്ലാ മാധ്യമങ്ങളിലൂടെ വന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അതിനൊരു പോംവഴിയും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും കലാലയങ്ങളിൽ, കലാശാലകളിൽ ഇത്തരത്തിലുള്ള റാഗിങ് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു ആന്റി റാഗിങ് സ്ക്വാഡ് രൂപീകരിക്കുക. ഈ ആന്റി റാഗിങ് സ്ക്വാഡിൽ എല്ലാ ക്ലാസ്സിലെയും എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കുക, ഇവരെ ചേർക്കുക. ഒരു കാരണവശാലും കോളേജിൽ അനാശാസ്യകരമായ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും ഉണ്ടാകാൻ പാടില്ല, ആർക്കും ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല, ആർക്കും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് അന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞത്. ഇന്നിപ്പോൾ കോട്ടയത്ത് ഗാന്ധിനഗറിൽ നഴ്സിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി കൂടി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ വീണ്ടും തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു. ക്രൈം ഓൺലൈൻ്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇത്തരത്തിൽ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞത്. അയ്യപ്പദാസും സിദ്ധാർത്ഥന്റെ അച്ഛനും തമ്മിൽ നടന്ന അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം.
നമസ്കാരം. നമുക്ക് ഇപ്പോൾ നാം കേൾക്കുന്ന റാഗിംഗ് വിഷയങ്ങൾ, കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ റാഗിങ്ങിലേക്കും ഇങ്ങനെ അതിക്രൂരമായി തങ്ങളുടെ ജൂനിയേഴ്സിനെ പീഡിപ്പിക്കുന്നത് ഒരു വീഡിയോ ശകലം ഉണ്ടായതിന്റെ ഒരു തെളിവ് കൊണ്ട് മാത്രമാണ് പുറത്തു വന്നത്. ഇവിടെ സിദ്ധാർത്ഥന്റെ പിതാവായ താങ്കളുടെ കുടുംബത്തിന് ഉണ്ടായ തീരാനഷ്ടം നമുക്കൊരിക്കലും മറക്കാൻ കഴിയും. അപ്പോ നമുക്കിതിൽ ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. താങ്കളുടെ മകനെ ഇത്തരത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ റാഗിങ്ങിലൂടെ ആ കുട്ടിയുടെ ജീവിതം തകർത്തെറിയുമ്പോൾ അത് അത്തരം അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു പാഠം ഇവിടുത്തെ സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിലൊരു പേടി അവർക്ക് ഉണ്ടായില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയല്ലേ വീണ്ടും ഇതിവിടെ ആവർത്തിക്കുന്നത്? എന്ത് തോന്നുന്നു സിദ്ധാർത്ഥന്റെ പിതാവായ താങ്കൾക്ക്? എന്താ പറയാനുള്ളത്? അത് ശരിക്കും പറഞ്ഞാൽ 100% ശരിയാണ്. പക്ഷെ റാഗ് ചെയ്യുന്ന കുറ്റവാളികളായ ആ ക്രൂരന്മാരെക്കാളും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ റാഗ് ചെയ്തിട്ട് വന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരാ. ഏത് പാർട്ടി ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ ഒരൊറ്റ പാർട്ടി മാത്രമേ റാഗ് ചെയ്യുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം ഈ റാഗിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് അവിടെ ഒരു ഏറ്റവും വലിയൊരു പ്രോത്സാഹനം. നിങ്ങൾ കൊന്നിട്ട് വന്നാലും കുഴപ്പമില്ല, എന്ത് ചെയ്തിട്ട് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചോളാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വളരെ ക്രൂരമായി സിദ്ധാർത്ഥനെ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഇടതുപക്ഷത്തിന്റെ SFI കാരന്മാർ കൊന്നിട്ട് അവർ ചെന്ന് രക്ഷ പ്രാപിച്ചത് അവിടെ ഉള്ള നേതാവിന്റെ അടുത്താണ്, അവിടെ ഇടതുപക്ഷ നേതാവിന്റെ അടുത്താണ്. ഞാൻ ഊഹിച്ചു പറയുന്നതല്ല. ആ നേതാവാണ് ആ CPM-ന്റെ പഴയ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അവിടുത്തെ ഒരു MLA ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ പറയുന്ന SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് അരുൺ, ഇതിന്റെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഈ കൊലപാതകത്തിന്റെ. അവനെ കൊണ്ടുപോയി വയനാട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് വരെ കൊണ്ടുപോയി കീഴടങ്ങാൻ വേണ്ടി കൊണ്ടുപോയതാ. റാഗ് ചെയ്ത് കൊന്ന കൊലയാളിയെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിച്ചു, ഈ പറയുന്ന ഈ MLA. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്ത് ചെയ്താലും, എന്ത് റാഗ് ചെയ്താലും, കൊന്നാലും രക്ഷിക്കാൻ പുറമേ ആളുണ്ട്. അത് തന്നെയാണ് നിസ്സാരം. നമ്മൾ 2005 ഈ റാഗിംഗ് ഒരു ആക്ടിവിറ്റി വന്നത്, ഒരു നിരോധന നിയമം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ നിയമത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ കുട്ടിയിലെങ്കിലും, ഒരൊറ്റ ക്രിമിനലെങ്കിലും സ്കൂളിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? മാക്സിമം ഉള്ളതെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു വലിയൊരു ശിക്ഷ എന്റെ അറിവിലില്ല. ഉണ്ടോ? കാരണം എന്തുകൊണ്ടാ? കുട്ടികളാണ് കുറ്റവാളികൾക്ക്, അല്ല വിദ്യാർത്ഥികളാണ്, അവർക്ക് അതിന് പരിഗണന കൊടുക്കണം. വിദ്യാർത്ഥികൾ നാളത്തെ പൗരനാണ്. കുറ്റവാളികളായ വിദ്യാർത്ഥികൾ നാളത്തെ പൗരനാണെന്ന്. അപ്പൊ അവിടെ ശിക്ഷ അവിടുത്തെ ഈ കുറ്റം ഈ അനുഭവിച്ച ഇപ്പൊ ഏറ്റുവാങ്ങിയ, അല്ലെങ്കിൽ ക്രൂരവാദം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾക്ക് മാനസിക പരിഗണനയില്ല. അവരെ വീട്ടുകാരെ ദുഃഖം നോക്കണ്ട, ഒന്നും നോക്കണ്ട. കുറ്റവാളികള് അവര് വിദ്യാർത്ഥികളാണ്, അവരെ മാനസിക പരിഗണന വെച്ച് അവരെ എക്സാം എഴുതുന്ന, അവരെ പഠിക്കാൻ അനുവദിക്കണം. അവർ നാളത്തെ പൗരനാണെന്നാണ് പറയുന്നത്. ഈ കൊല ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി നോക്കണ്ട, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ വിദ്യാർത്ഥിക്ക് നാളത്തെ പൗരനല്ല. വിദ്യാർത്ഥികൾ അച്ഛനും അമ്മയും നാളത്തെ അവരെ വേദന അറിയണ്ട, ഒന്നും അറിയേണ്ട കാര്യമില്ല. ആ മരണപ്പെട്ടു പോയ വിദ്യാർത്ഥി നാളെ ഏത് ലെവലിൽ വരേണ്ടതാണ്, എത്ര ഹൈ ലെവലിൽ വരേണ്ട, അക്കാഡമിക്കിലായിരുന്നാലും ഏത് ലെവലിൽ വരേണ്ടതാണ്, അതൊന്നും അറിയണ്ട. കുറ്റവാളികൾക്ക് വളരെ മുൻഗണന. അവർ നാളത്തെ പൗരനാണ്, അവർ കുട്ടികളാണ്, അവർ വിദ്യാർത്ഥികളാണ്, അവർ എക്സാം എഴുതണം, പരീക്ഷ എഴുതണം. അതുകൊണ്ട് ഈ കേസിൽ നിന്നും അവരുടെ നിരുപാധികം വിട്ടയക്കുന്നു. അവർക്കുള്ള മാക്സിമം ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു 4-5 മാസം സസ്പെൻഷൻ. ഈ നിയമം അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതി എന്ന് മാറുന്നുവോ അതൊന്ന്. പിന്നെ ഈ കുറ്റം അല്ലെങ്കിൽ ഈ റാഗിങ് ചെയ്ത് വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ നരഭോജികളായിട്ടുള്ള ഈ നേതാക്കന്മാരുടെ മനസ്ഥിതി, അവരുടെ മനോഭാവം എന്ന് മാറുന്നുവോ അന്ന് വരെയും ഈ അവരുടെ സമ്പ്രദായം റാഗിങ് അല്ലെങ്കിൽ റാഗിങ് കൊല നടന്നുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് LKG UKG മുതൽ വരുന്ന പാരന്റ്സ് ടീച്ചർ അസോസിയേഷൻ അവർ മുഖാന്തരം പൊതുജനങ്ങൾ അവർ ഒരു മുൻകൈ എടുക്കണം. രാഷ്ട്രീയക്കാരന്മാരെ നോക്കണ്ട, അവന്മാർ നിൽക്കില്ല. പോലീസുകാരെ നോക്കണ്ട, അവർ നിൽക്കില്ല. എല്ലാ തെളിവുകളും എല്ലാ സാക്ഷികളും അട്ടിമറിച്ചിട്ടായിരിക്കും ഒരു കേസ് കോടതിയിൽ കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന പോലീസ് നെറുകെട്ട പോലീസ് കഴിയുന്നത്. എന്റെ സിദ്ധാർത്ഥന്റെ കേസ് സംഭവിച്ചാതെ എല്ലാ കേസും എല്ലാ തെളിവും നശിപ്പിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാ. അതാ ഇത്രയും ദുർബലമായി ആദ്യം പോയത്. എന്നാൽ ഞാൻ സമ്മതിക്കുന്ന ദുർബലമാറ്റി. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഈ രാഷ്ട്രീയക്കാരന്മാരെയോ ഈ പോലീസുകാരന്മാരെയോ ഒരു സംഘടനയോ നോക്കിയിട്ട് കാര്യമില്ല. LKG UKG മുതൽ
ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ അവിടുത്തെ പേരൻസ് ടീച്ചർ അസോസിയേഷൻ എടുക്കേണ്ട ഒരൊറ്റ തീരുമാനമാണ് ഈ റാഗിംഗ് നിരോധനമായിട്ടുള്ള ഒരു തീരുമാനം. ഒരു കുട്ടി ഒരു ചെറിയ പ്രശ്നം തന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ മിനിറ്റ്സ് വഹിപ്പിച്ച് കമ്മിറ്റി കൂടണം. കമ്മിറ്റി കൂടിയിട്ട് അതിൽ ഗവൺമെന്റ് ബോഡിയെ നോക്കേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രീയക്കാരനെ നോക്കേണ്ട കാര്യമില്ല. ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പാൾ അപ്പോൾ തന്നെ അറിയിക്കുക. അന്നേക്ക് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടുക. ആരാണ് കുറ്റവാളി അവനെ പുറത്താക്കുക, മാതൃകാപരമായി ശിക്ഷിക്കുക വേണം. അത് LKG UKG മുതൽ പ്രൊഫഷണൽ കോളേജ് ലാസ്റ്റ് ഇറങ്ങുന്ന കോളേജ് വരെ ഈ സമ്പ്രദായം വേണം. അതിൽ പൊതുജനങ്ങൾ ഇറങ്ങിയേ പറ്റുള്ളൂ. ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രീയക്കാരന്മാര് ഈ കുട്ടി സഖാക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടി നേതാക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നും കാര്യങ്ങളും കൊടുത്തിട്ട് ഇതുപോലുള്ള റാഗിങ് ചെയ്തുകൊണ്ടിരിക്കും. പോലീസുകാരന്മാരെ അറിഞ്ഞാലും ശരി, നീതിന്യായന്മാർക്ക് അവർക്ക് കാശ് വേണം. ജാമ്യത്തിലാക്കാൻ വേണ്ടിയിട്ട് അവർ പോവും. അവർ വക്കീലിൻ്റെ അടുത്ത് പോകും, ജാമ്യം കൊടുക്കും, ജാമ്യം വാങ്ങിക്കൊടുക്കും. അത് അവരുടെ ജോലിയാണ്, അത് കുറ്റമായിട്ട് കാര്യമില്ല. പോലീസുകാരനെ അവൻ്റെ റെക്കമെൻഡേഷൻ ഒരു രാഷ്ട്രീയക്കാരനെ ഒരു പുള്ളി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണം. അത് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലെങ്കിൽ അവൻ്റെ പണി തെറിക്കും. ഇത് ഇവിടുത്തെ സമ്പ്രദായമാണ്. ഇത് മാറ്റണമെങ്കിൽ പൊതുജനങ്ങൾ ഇറങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LKG മുതൽ UKG മുതൽ സ്കൂളിൽ ചേർക്കുമ്പോൾ പേരൻസ് ടീച്ചർ അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ആന്റി റാഗിംഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞ സാധനം ഇന്ന ആൾക്കാർ എന്നല്ല, ഇവർ തമ്മിൽ തീരുമാനം എടുക്കുക. എല്ലാവരും ഉള്ള പേരൻസ് ടീച്ചർ അസോസിയേഷൻ എല്ലാവരും ഈ സ്ക്വാഡിൽ അംഗമായിരിക്കണം. ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല, അതിന് ആഗ്രഹമാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അഭിപ്രായത്തിൽ ഒരുപാട് തെറ്റുവ്യത്യാസങ്ങളുണ്ടാവും. ഇതെൻ്റെ ഒരു ആഗ്രഹം. ഇത് എന്നേക്കുമായി നിർത്താൻ പറ്റുമോ എന്നുള്ളത്. ഇല്ലാതെ നമ്മൾ ഒരുത്തനെ നമ്പിയിട്ട് കാര്യമില്ല. ഇവനൊക്കെ എല്ലാം ഓരോ സംഭവം കഴിയുമ്പോഴും ബന്ധപ്പെട്ട മന്ത്രി പറയും ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, കർശനമായ നടപടിയെടുക്കും. സിദ്ധാർത്ഥനെ കൊന്നപ്പോൾ കർശനമായ നടപടിയെടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും ഘോരഘോരം പ്രസംഗിച്ചിട്ട് ഒരു വർഷമാകുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു 10-100 റാഗിങ് ആയിട്ടുണ്ട്. കർശനമായ നടപടി എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായി ഈ പാവപ്പെട്ട ഈ വിദ്യാർത്ഥി കണ്ണൂർ. അവിടെ നിന്നാണ് ഇപ്പൊ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കർശനമായ നടപടി എടുക്കുമെന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. പിന്നെ വിദ്യാർത്ഥികളാണ് ഇപ്പൊ ഇവിടെയൊക്കെ വാക്കുകൾ കേട്ടങ്ങ് പോവുക. ഞാൻ പറഞ്ഞത് എന്റെ ഒരു ആഗ്രഹമാണ്. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. താങ്കൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അങ്ങേക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് കാണിക്കുക. അല്ലെങ്കിൽ എന്റെ അഭിപ്രായം തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായി പറയാ ഇത് വർക്കൗട്ട്